ബി.ജെ.പി കൗൺസിലർ ആർ ശ്രീലേഖയുമായുള്ള തർക്കത്തിനും വിവാദത്തിനും ഒടുവിൽ തിരുവനന്തപുരം ശാസ്തമംഗലത്തെ എം.എൽ.എ. ഓഫീസ് വി.കെ. പ്രശാന്ത് ഒഴിയുന്നു. മരുതംകുഴിയിലാണ് പുതിയ ഓഫീസ്. വിവാദങ്ങൾ ഒഴിവാക്കാനാണ് കോർപ്പറേഷൻ ഓഫീസ് മാറുന്നതെന്നാണ് വി.കെ. പ്രശാന്തിന്റെ വിശദീകരണം. ഞാൻ അഭ്യർത്ഥിച്ചതേ ഉള്ളൂ. പ്രശാന്തിന് 3 മാസമോ 4 മാസമോ ഇരിക്കുന്നതിൽ ഞാൻ പക്ഷേ ഇവിടെ എൻ്റെ ആളുകളും ഞാനും പക്ഷേ ഇവിടെ ആ ഓഫീസിൽ ഇരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടത്തെ ചൊല്ലിയുള്ള എം.എൽ.എ. കൗൺസിലർ പോരിന് അവസാനം ശാസ്തമംഗലത്തെ എം.എൽ.എ. ഓഫീസ് വി.കെ. പ്രശാന്ത് ഒഴിയാൻ തീരുമാനിച്ചു. ആർ ശ്രീലേഖയും ഇതേ കെട്ടിടത്തിൽ ഓഫീസ് തുടങ്ങിയതിന് പിന്നാലെയാണ് എം.എൽ.എ. ഒഴിയുന്നത്. വിവാദങ്ങളുണ്ടാക്കി ചെയ്തു വന്ന നല്ല കാര്യങ്ങൾ വിസ്മൃതിയിലാക്കാനും അപവാദം പ്രചരിപ്പിക്കാനും പലരും ഉപയോഗിച്ചെന്ന് വി.കെ. പ്രശാന്ത്. സംസ്ഥാനത്തെ എല്ലാ ജനപ്രതിനിധികളും സർക്കാരിന്റെ കെട്ടിടങ്ങളിൽ സൗജന്യമായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഞാൻ മുൻമേയർ എന്ന നിലയ്ക്കാണ് ഒരു കുറഞ്ഞ വാടകയെങ്കിലും നിശ്ചയിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ട് അവരത് ചെയ്തത്. അപ്പോൾ അതിനെപ്പോലും മഹാ അപരാധമായി ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി വന്നു. അപ്പോൾ ആ വിവാദം തുടരേണ്ടതില്ല. മരുതംകുഴിയിലെ ഓഫീസ് പ്രവർത്തന ഉദ്ഘാടനം ഞങ്ങൾ അറിയിക്കും. അപ്പോൾ ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. എം.എൽ.എ. ഓഫീസ് വി.കെ. പ്രശാന്ത് ഒഴിയണമെന്നാവശ്യപ്പെട്ട് ശാസ്തമംഗലം കൗൺസിലർ ശ്രീലേഖ രംഗത്തെത്തിയത് വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. ശ്രീലേഖയുടെ വാർഡായ ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് പ്രശാന്തിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. സ്ഥല സൗകര്യമില്ലെന്നും അതിനാൽ തന്റെ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിനായി പ്രശാന്ത് ഓഫീസ് ഒഴിയണമെന്നുമായിരുന്നു ശ്രീലേഖയുടെ ആവശ്യം. എന്നാൽ ഓഫീസ് ഒഴിയാൻ തയ്യാറല്ലെന്നും വാടക കാലാവധി കഴിയുന്ന മാർച്ച് 31 വരെ തുടരുമെന്നും പ്രശാന്ത് നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് CPIM കെട്ടിടമൊഴിയാൻ പ്രശാന്തിനോട് നിർദ്ദേശിച്ചതെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.